നമസ്കാരം. നമ്മൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ രണ്ടാം സെമി ഫൈനലിൽ നിന്ന് ബാഴ്സലോണ ഇൻ്റർ മിലാനെ നേരിടുകയാണ്. നമുക്ക് ബാഴ്സലോണയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ബാഴ്സലോണ ഓൾറെഡി റയൽ മാഡ്രിഡിനെ ഇപ്പോൾ 2 കപ്പ് അടിച്ചു. ട്രബിളിലേക്കാണ് പോണത്. അവർ സ്പാനിഷ് ലീഗ് അടിക്കും. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ സെമി ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബാഴ്സലോണ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ഭയങ്കര ഫോമിലാണ് നിൽക്കുന്നത്. കറൻറ്റ്ലി ആ പ്ലെയേഴ്സ് ഫോമാണ്. ബാഴ്സലോണ സ്കോഡ് എന്താ പറയുക, അവർ വേറെ വൈബിലാണ് എത്തിക്കുന്നത്. കാരണം അവർക്ക് അതൊരു പ്രശ്നം, 2 ഗോളും 3 ഗോളും ഒരു പ്രശ്നമില്ലാത്ത പോലത്തെ ഒരു ഗെയിമാണ്. പക്ഷേ ഇൻ്റർ മിലാൻ പറഞ്ഞാൽ ഒട്ടും എഴുതി തള്ളാൻ പറ്റില്ല. കാരണം ലാത്തൂറോ മാർട്ടിനസും അതുപോലെ തന്നെ ബാസ്തോണി, അസറബി, അങ്ങനെ നല്ല ടീം അവരിലുണ്ട്. ബരല്ല, അവർ നല്ല ഇൻ്റർ മിലാൻ പറഞ്ഞാൽ ഓടി വന്നിട്ട് അടിക്കാൻ പറ്റിയ ടീമൊന്നുമല്ല, നല്ല ടീമാണ്. പിന്നെ ഇറ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിഫെൻഡിങ്ങിലൊക്കെ ഒരു കരുത്ത് ഉള്ളൊരു ടീം കൂടിയാണ് അവർ. പക്ഷേ ഈ ഇടയായിട്ടൊരു 3 കളി ഒരു കണ്ടിന്യൂസ് ആയിട്ട് തോറ്റിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേ ബി അവർ മെൻ്റലി ഇപ്പോൾ മറ്റേ സീരിയയിൽ കോമ്പറ്റ് ചെയ്ത് ഒരു 3 പോയിൻ്റ് ബാക്കിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ മെൻ്റലി ഒരു ഡൗൺ ആണ്. അത് ബാഴ്സലോണക്ക് അഡ്വാൻറ്റേജ് ആകും. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ബാഴ്സലോണ നല്ല ടീമാണ്. ബാഴ്സലോണക്ക് മേ ബി ജയിച്ച് കയറാൻ പറ്റിയൊരു കളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാഴ്സലോണക്കാണ് കൂടുതൽ ചാൻസ്. ഇൻ്റർ മിലാനേക്കാൾ ഏറ്റവും കൂടുതൽ ചാൻസ് 2-3 ഗോളിന് ജയിക്കാനുള്ള ഒരു ചാൻസ് ബാഴ്സലോണ കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു മാച്ചാവുമെന്ന്, സൂപ്പർ മാച്ചാവും. അത് എല്ലാവരും കണ്ടോളി, ആരും മിസ്സാക്കണ്ട. താങ്ക് യു വെരി മച്ച്.